ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് ദൃശ്യം റിവ്യൂ ആണ്. നിങ്ങൾ എന്താ ദൃശ്യം 3 നമ്മള് മിനിഞ്ഞാന്നാണ് കണ്ടത്. ദൃശ്യം 3 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സർപ്രൈസിങ് ട്വിസ്റ്റോ അതോ സസ്പെൻസ് ആയിട്ടോ എനിക്ക് തോന്നിയില്ല. എങ്ങനെയുണ്ടായിരുന്നു ദൃശ്യം 2? നിനക്ക് എന്ത് തോന്നി കണ്ടിട്ട്? ആദ്യം മുതൽ അവസാനം പറഞ്ഞു. എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തത്. ഞാൻ കുറച്ചു പേർക്ക് കണക്ട് ആയിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കണ്ടു റിവ്യൂല്. അപ്പൊ ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ ഭയങ്കര ലോ ആയിട്ട് വെച്ചത്. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര എന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് ഞാൻ ത്രൂ ഔട്ട് ഇന്നായിരുന്നു മൂവിയില്. അതുകൊണ്ട് എല്ലാ സീനും, എല്ലാ ഡയലോഗും, എല്ലാ ഫ്രെയിമും എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അത് ദൃശ്യം 1ഉം 2ഉം 3ഉം വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എങ്ങനെയാണ്? മൂന്ന് പടം മൂന്ന് ലെവലിൽ അതിന്റെ ലെവലിലുള്ള ബെസ്റ്റ് ആണ്. ഓരോന്നിനും അതിന്റെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ഓരോ മൂവീസ് ഉള്ളത്, 1ഉം 2ഉം 3ഉം. അതില് ഉള്ളതില് എനിക്ക് ഭയങ്കര ബെസ്റ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് ഇഷ്ടം ഫസ്റ്റ് തന്നെയാണ്. പിന്നെ എനിക്കിഷ്ടം തേർഡാ, പിന്നെ എനിക്ക് സെക്കൻഡ്. ദൃശ്യം കാണാത്തൊരു മലയാളി ഉണ്ടാവില്ല ഈ ലോകത്ത്. 1ഉം 2ഉം അത് എല്ലാ ലാംഗ്വേജസിലും പോയതാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇതിലെല്ലാം പോയിട്ടുള്ള ഒരു ഫിലിമാണ്. അത് മലയാളം ഫിലിം തന്നെ കുറെ അറിയപ്പെടുന്നത് ദൃശ്യം പോലത്തെ മൂവി എന്നാണ്. അപ്പൊ അത് മെയിൻലി പറയാനുള്ളത് ജീത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രീൻ പ്ലേയും റൈറ്റിങ്ങും ഒരു കഥ കൊണ്ടുപോകുന്ന രീതി. അപ്പം ഫസ്റ്റും എനിക്ക് തോന്നിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് സെക്കൻഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തേർഡില് അത്ര ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റോ കാര്യങ്ങളോ എനിക്ക് ഫീൽ ചെയ്തില്ല. സസ്പെൻസ് അവര് ഉണ്ടായിരുന്നു. സസ്പെൻസ് അതുപോലെ തന്നെ കൊണ്ടുപോയി. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു ആ ഞെട്ടിക്കൽ എലിമെന്റ് കിട്ടിയില്ല തേർഡില്. സെക്കൻഡ് ഹാഫില് തേർഡിലാണല്ലോ ലാസ്റ്റ്. എല്ലാത്തിലും 1ലും 2ലും ഒക്കെ നമ്മളൊരു ട്വിസ്റ്റ് ഉണ്ടായില്ലോ. അയ്യോ, ആ ഒരു റെവലേഷൻ അവര് പെട്ടെന്ന് പറയാ ഇങ്ങനെ ഇതായിരുന്നു സംഭവം. നമ്മൾ ക്ലൈമാക്സ് അത് ദൃശ്യം 2 പിടിച്ചിരുത്തി ഇനി എന്താവും എന്നുള്ള കുക്കിംഗ് ആയിരുന്നു. അതെ, 1ഉം 2ലും പക്ഷെ ആ ഉണ്ടായ ഒരു റെവലേഷൻ, ആ ഒരു പെട്ടെന്ന് ഷോക്കിംഗ്, ഓ ഷിറ്റ്, ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിംഗ്, അതെനിക്ക് 3ന്ന് കിട്ടിയില്ല. ആ 3ല് നമ്മൾ പെട്ടെന്ന് വിചാരിക്കാത്ത കാര്യമില്ല. പക്ഷെ അവര് എന്തൊക്കെയോ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു ലാസ്റ്റില്. പ്രത്യേക ട്വിസ്റ്റുകളായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ജോർജ് സ്നേഹമുള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് നമ്മൾ പറയാം. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു അവരുടെ ഫാമിലി വൈസും കോമഡിയും ഒരു ഇമോഷണൽ ആസ്പെക്റ്റും പിന്നെ പെണ്ണിന്റെ കല്യാണം നടക്കുന്നില്ല, അതൊക്കെയാണ് ഒരു ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോകുന്നത്. സ്ലോ പേസിൽ തന്നെയാണ് പോകുന്നത്. അതിൽ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. പിന്നെ ഇന്റർവെൽ എത്തുമ്പോഴാണ് സെക്കൻഡിലുള്ള ഒരു ക്യാരക്ടർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും. മെയിൻ ക്യാരക്ടർ, അതിൽ സെക്കൻഡിലെ ഒരു വില്ലൻ ക്യാരക്ടറാണ് ഇതിൽ അവർ സെക്കൻഡ് ഇന്റർവെല്ലില് ഫസ്റ്റ് ഹാഫ് ഇന്റർവെല്ല് കഴിയുമ്പോൾ കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് കഥയുടെ ഒരു എന്താ പറയാ കുറച്ചുകൂടെ എന്താ പറയാ സസ്പെൻസ് കൂട്ടി ഒരു ത്രില്ലിംഗ് സംഭവം കൊണ്ടുവരുന്നുണ്ട്. സംഭവം ഇർക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ്, അതിനെല്ലാം മിക്സ് വരുന്നത്. അതെ. അപ്പൊ ഇത് ബേസിക്കലി ഒരു റിവെഞ്ച് മോഡാണ്. അവരെങ്ങനെങ്കിലും ജോർജ് കുട്ടീനെ കുറ്റക്കാരനാക്കാന്നുള്ള എയിമിലാണ് വരുന്നത്. അവരുടെ ഫാമിലിനെ എങ്ങനെങ്കിലും തെളിവുണ്ടാക്കാൻ, എവിഡൻസ് ഇത് ജയിലിൽ കയറ്റാനുള്ളത്. അപ്പൊ അതിലൊരു 2-3 ട്വിസ്റ്റ് നിനക്ക് എന്താ തോന്നിയത്? എനിക്ക് നല്ല ആപ്റ്റ് ആയിട്ട് തോന്നി ട്വിസ്റ്റ് ഒക്കെ. അതായത് ഷാജോൺ വരുമ്പോ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഷാജോൺ ഇല്ലാന്ന്. കാരണം ഷാജോന്റെ ഇൻസ്റ്റാഗ്രാമിലെ ചെറിയ ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ ഷാജോൺ ഇല്ല, റിലീസ് എന്നായിരിക്കും ചോദിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി പുള്ളിനെ ഓർക്കുന്നേയില്ല, പുള്ളിയിലെ ഇതിലില്ല. പുതിയ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ആവുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഇതിൽ ഉണ്ടായതിന്റെ എല്ലാ എഫക്റ്റും എനിക്ക് മൂവി സെക്കൻഡ് ഹാഫിൽ എനിക്ക് കിട്ടില്ല. ലിറ്ററലി എനിക്ക് പുള്ളി ഉണ്ടാവല്ലേ, ഇതിൽ നിന്ന് പോയി തരുമെന്ന് എനിക്ക് തോന്നിപ്പോയി. പുള്ളി ഒരുമാതിരി മറ്റേ വാസുവണ്ണൻ ടൈപ്പ് മാതിരി
അതേപോലെ തന്നെ സെക്കൻഡിലെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ക്രൂവൽ ആയിട്ടാണ് വന്നത്. അപ്പൊ സെക്കൻഡ് ഹാഫ് അപ്പൊ എനിക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. എല്ലാ ക്ലൈമാക്സും ട്വിസ്റ്റും ഒക്കെ എനിക്കൊന്നും അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ്ഡ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറെ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലാസ്റ്റ് ബേസിക്കലി കുറ്റം സമ്മതിക്കുന്ന മാതിരിയാണ് ജോർജ് കുട്ടി ലാസ്റ്റ് എല്ലാം സമ്മതിച്ച. ഇനിയൊരു അവർക്ക് ഫാമിലിക്ക്, അതായത് ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതറ്റം വരെ പോകും. ലാസ്റ്റ് ജോർജ് കുട്ടിക്ക് തന്നെ തോന്നിപ്പോയി അത് എന്റെ ഫാമിലിനെ ഹാം ചെയ്യുമെന്ന് തോന്നിപ്പോയപ്പോൾ ഹി ഹാഡ് ടു അക്സെപ്റ്റ് ഹിസ് കുറ്റം സമ്മതിച്ചു ഗൈസ്. കാരണം അത് ഫാമിലിക്ക് ഹാം ആവുമെന്ന് വന്നപ്പോൾ കുറ്റം സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. ജോർജ് കുട്ടി അത് ലാസ്റ്റ് സമ്മതിച്ചു. അതാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു 2-3 ട്വിസ്റ്റ് കൊണ്ടുവന്നു. അതായത് 3 ക്യാരക്ടർ, ഒന്ന് ഷാജോനും സിദ്ദിഖും. സിദ്ദിഖിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ പോകണമെന്നായിരുന്നു, പക്ഷെ ഷാജോന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആയിരുന്നു. ഇവരുടെ അൾട്ടിമേറ്റ് എയിം ജോർജ് കുട്ടീനെ ഫാമിലിനെ ബേസിക്കലി കുറ്റം പണിഷ് ചെയ്യണം എന്നായിരുന്നു. ഒരു ഷോക്കിംഗ് എഫക്റ്റ് ദൃശ്യം 3 എനിക്ക് ബേസിക്കലി പറ്റിയില്ല. ഷോക്ക് മാതിരി ഒരു ഷോക്കിംഗ് ഉണ്ടായിരുന്നു, ഷോക്കിന്റെ പുറത്തൊരു ഷോക്ക് കൊണ്ടുവന്നില്ല. പക്ഷെ ദൃശ്യം 2-ലും 1-ലും എന്തായിരുന്നു വെച്ചാല് ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കായിരുന്നു. അയ്യോ, നമ്മളിത് ആരും ചിന്തിച്ചില്ല ആ ലെവലിൽ. പക്ഷെ അഗെയിൻ സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ്, ജീതു ജോസഫ്, ഹി വിൽ ബ്രിങ് ഔട്ട് സംതിങ്. ഇത് ഓൾറെഡി ഫിലിം നല്ല കളക്ഷൻ നേടി. ആ ഒരു ഫ്രാഞ്ചൈസിന് വേണ്ടി ഇനി ചിലപ്പോ അവര് ദൃശ്യം 4 ലാസ്റ്റ് ഹിന്റ് ചെയ്തു. ലിറ്ററലി എന്ന് വെച്ചാ ജോർജ് കുട്ടി ഇപ്പൊ സറണ്ടർ ചെയ്തു ഓൾമോസ്റ്റ്. പക്ഷെ ഗീത പ്രഭാകർ അത് സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് എങ്ങനെയും മകളെ ചെയ്തോട്ട് അയക്കണം എന്നുള്ളതാണ് ഒരു എൻഡിങ്. അവരുടെ മകനെ പറ്റിയ സംഭവം അവരത് ആ വേദന സെയിം ആ ഫാമിലി അനുഭവിക്കണം എന്നുള്ളൊരു ഇതിലാണ് ദൃശ്യം 4 ഒരു ഹിന്റ് തന്നിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൂവി കഴിഞ്ഞിട്ട് പോലും എനിക്ക് ലൈക്ക് ആ ഫാമിലിയോടൊപ്പം തന്നെ ഞാൻ തോന്നൽ എനിക്ക് വന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു എനിക്ക്. പക്ഷെ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ റീസൺ, അത് ഇഷ്ടപ്പെടാത്ത റീസൺ ഇതാണ്, 1 ഉം 2-ലുള്ള ആ ഒരു എഫക്ട് കിട്ടിയിട്ട്. പക്ഷെ എനിക്ക് കിട്ടി, ക്ലൈമാക്സിൽ കിട്ടി. എനിക്ക് കിട്ടി. എന്ത് കിട്ടി ഒന്ന് പറയോ? എക്സ്പ്ലെയിൻ ചെയ്യൂ ആൾക്കാർ. എന്താ നിനക്ക് കിട്ടിയത്? അല്ല, ക്ലൈമാക്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ. എന്താണ് എനിക്ക് കിട്ടിയത്? ക്ലൈമാക്സ് എന്താണ് നിനക്ക് ഇത്രയും 1-ലും 2-നും മേലെ നിനക്ക് കിട്ടിയത്? 2-ൽ അത്ര വലിയ എലമെന്റ്, ക്ലൈമാക്സ് എലമെന്റ് ഉണ്ടായില്ല. എന്താ 2-ൽ എന്തുണ്ടായിരുന്നത്? 2-ൽ ആ കോർട്ട് റൂം സീൻ തന്നെ ഭയങ്കര ക്ലൈമാക്സ് DNA അല്ലാന്നും പറഞ്ഞ് പ്രതീക്ഷിക്കാത്ത ആ ഒരു ബോഡി കൈമാറുന്ന ബോഡി മാറ്റം തന്നെ ഒരു ഭയങ്കര റെവലേഷൻ ആയിരുന്നു. അങ്ങനെ 3-ൽ എന്ത് റെവലേഷൻ ഉണ്ടായി? അങ്ങനെ ചോദിച്ചാൽ ആ ആസ്പെക്റ്റിൽ അതില്ല. അത് 1-ലും 2-ലും ഉണ്ടായിരുന്നു. 1-ലും എടുക്കുമ്പോ അതില്ല. ഓക്കെ, പറഞ്ഞ ശരിയാണ്. 3-ൽ അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ ഉണ്ടായിരുന്ന സീൻസ് ഒക്കെ ലൈക്ക് ഒരു ഗൂസ് ബംസ് തരുന്ന തരം സീൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫില് അൺനെസസറിലി എങ്ങനെങ്കിലും ഒന്ന് എൻഡ് ചെയ്യാൻ കറക്റ്റ് ആണ്. പക്ഷെ എനിക്ക് മോഹൻലാലിനോട് ഇഷ്ടമുള്ളതുകൊണ്ടും ജോർജ് കുട്ടിയോട് ഇഷ്ടമുള്ളതുകൊണ്ടും എനിക്ക് അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. ബേസിക്കലി ക്യാരക്ടറും സ്ക്രീൻ പ്ലേയും ആ മൂവി കൊണ്ടുപോകുന്ന പോയിന്റ് ആണ്. ട്വിസ്റ്റിന് വേണ്ടി ഒരു ട്വിസ്റ്റ് ഉള്ള പോലെ തോന്നി. അതായത് അവർക്ക്, എനിക്ക് ബേസിക്കലി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് എന്താ ഇഷ്ടമായത്. എനിക്ക് ബേസിക്കലി ആ സിദ്ദിഖ് വന്ന പോർഷനില്ലേ, സിദ്ദിഖ് വന്നിട്ട് കാര്യങ്ങള്, അതായത് ഫുൾ ഗെയിം പ്ലേ സിദ്ദിഖിന്റെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് ദാറ്റ് ഈസ് നൈസ് പാർട്ട്. അവിടുന്ന് അത് കണ്ടിന്യൂ ചെയ്തു. അതിന്റെ പുറമെ ഷാജോന്റെ മനസ്സിലുള്ള കാര്യം, ഷാജോൻ ചെയ്യാനുള്ള സംഭവിക്കുന്ന ഡിഫറെന്റ് കാര്യങ്ങൾ, പിന്നെ അതിന്റെ മുമ്പ് മോഹൻലാൽ വേറെ പ്ലാൻ, അത് 3-ഉം അവര് കാണിച്ചു. അങ്ങനത്തെ ഒരു മസാല മിക്സ് മാതിരിയായി തോന്നി. അപ്പൊ അത് ഒരു എൻഡ് കുറച്ചുകൂടെ വേറൊരു എൻഡ് ആക്കായിരുന്നു എന്ന് തോന്നിപ്പോകും ഇടയ്ക്ക്, ആ ഒരു പീരീഡിൽ മാത്രം. പക്ഷെ ഇത് മേക്കിംഗ്, പിന്നെ അവര് ആക്ടിങ് വൈസ് വെരി നാച്ചുറൽ ആയിരുന്നു കേട്ടോ. ഒരു കുടുംബത്തില് എങ്ങനെയാ എല്ലാം ദൃശ്യം 1-ലും 2-ലും കണ്ട പോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും, അല്ലെ? അപ്പൊ നിങ്ങള് ഡിഗ്രേഡ് ചെയ്യാൻ നോക്കരുത് ആരും.
എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കണ്ടു. എന്താന്ന് അറിയാൻ വേണ്ടി എല്ലാവരും തിയേറ്ററിൽ എന്തായാലും ദൃശ്യം 3 ആണ്, അത് ഫ്രാഞ്ചൈസ് അങ്ങനെയാണ്, അത് പേര് കേട്ടത് എല്ലാരും പോകും. കാരണം ടിക്കറ്റ് ഇപ്പോഴും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് റോ ഒക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നേരത്തെ ബുക്ക് ചെയ്ത ബുക്ക് മൈ ഷോയിൽ നമുക്ക് കിട്ടും. ഇപ്പോഴും ഹൗസ്ഫുൾ ആണ്, നല്ല ഫ്രാഞ്ചൈസ്. ഇപ്പൊ ഇനി ദൃശ്യം 4 ഇനി എന്ന് വരുമെന്ന് ആർക്കറിയാം, ചിലപ്പോ 5 വർഷം കഴിഞ്ഞായിരിക്കും. 1 കഴിഞ്ഞ് 2 ഐ തിങ്ക് 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാ വന്നത് അല്ലെ? ആണ് 2 OTT റിലീസായിരുന്നു, 3 ഇവര് തിയേറ്ററിൽ റിലീസ് ചെയ്തു. 4ന്റെ ഇനി എന്താന്ന് അറിയില്ല. 4ൽ ഇനി എന്ത് കഥ കൊണ്ടുവരും? ഇവളെ കൂട്ടേണ്ട ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും ഉണ്ടാവുക. അൻസിബനെ ലോക്ക് ചെയ്യാന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഗീതാ പ്രഭാകർ, അതിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ജോർജ് കുട്ടി. ഇതാണ് 4ന്റെ ഒരു ഇത്. ഇതിനും 2ലും ജോർജ് കുട്ടി വിട്ടുകൊടുക്കുന്നില്ല. 3ല് ഈ ഫാമിലിക്ക് അത് ഹാം ചെയ്യുന്ന അറിഞ്ഞപ്പോൾ ജോർജ് കുട്ടി സമ്മതിച്ച് കുറ്റകൃത്യം സമ്മതിച്ച് സറണ്ടർ ചെയ്തു ബേസിക്കലി. 3rd പാർട്ടിൽ ബേസിക്കലി ചത്താലും ജോർജ് കുട്ടി അവരുടെ പിള്ളേരെ തൊടാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. അതാണ് പിള്ളേരെ തൊടാണ്ടിരിക്കാൻ, പിള്ളേർക്ക് ഒരു ഹാമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിരിക്കുകയാണ്. ഇതില് പുള്ളി സ്വന്തം കുറ്റകൃത്യം സമ്മതിച്ച് ലാസ്റ്റ്, കാരണം ഫാമിലിക്ക് അത് ഹാമാവെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് വേറെ വഴിയില്ല. ഇനി ഇങ്ങനെ ഒരു സംഭവം പുള്ളീനെ വേട്ടാടാണ്ടിരിക്കാൻ, ആൾക്കാര് വരാണ്ടിരിക്കാൻ പുള്ളിയുടെ പുറകെ പുള്ളി അത് സമ്മതിച്ചു ലാസ്റ്റ്. ഇതാണ് അതൊരു സാഡ് എൻഡിങ് ആണ് ബേസിക്കലി. നമ്മളെല്ലാം ദൃശ്യം 1 2 എന്താ നമ്മൾ കാണുന്നത്? പിടിക്കപ്പെടുന്നില്ല, മാസ്റ്റർ പ്ലാൻ, മാസ്റ്റർ ക്രിമിനൽ പിടിക്കപ്പെടുന്നില്ല. 3ല് അങ്ങനെ ഒരു, പിന്നെ കേസിന് പ്രൂഫ് കൂട്ടാൻ വേണ്ടിട്ട് ഒരു കാര്യം പുള്ളി ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നില്ല. അതൊക്കെ കുറച്ച് മീൻസ് അതൊക്കെ എക്സ്ട്രീം ആയിരുന്നു ഫാമിലിക്ക് വേണ്ടി. അല്ല അത് ഓവർന്നല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞത് മോഹൻലാൽ ജോർജ് കുട്ടി അത്രയും ഹാർഷാണ് തുടങ്ങുന്നത്. അതായത് പുറത്തുള്ളവര് ദ്രോഹിക്കാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി തന്നെ കുടുംബത്തിനെ ദ്രോഹിക്കുന്ന ലെവലിൽ വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി സറണ്ടർ ചെയ്തത്. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായ പുള്ളി ഏതറ്റം വരെ പോകുന്നുള്ളത്, ഏതറ്റം വരെ ഇപ്പൊ സ്വന്തം കുടുംബത്തിന് ചിലപ്പോ ദ്രോഹിച്ചോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ കൈ വിട്ടുപോയി. ഇനിയും പുള്ളിക്ക് അത് ആ ഒരു എക്സ്റ്റെൻഡ് സ്റ്റെപ്പ് വരെ ചെയ്തു. ജയിലിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി എല്ലാ കടത്തും കാണിക്കുന്നുണ്ട് ഇതില്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രേറ്റ് മൂവിയാണ് അല്ലെ. ഇമോഷണൽ ആസ്പെക്ട്, നമ്മുടെ ഫാമിലിനെ രക്ഷിക്കാൻ ഏത് എൻഡ് വരെ ഫാദറിനത് കണക്ട് ആവും. മക്കളോട് ഭയങ്കര സ്നേഹമുള്ള ഒരു ഫാദർ അവിടെ നമ്മൾ മുന്നും പിന്നും ഒന്നും നോക്കൂല, അവിടെ പ്രശ്നങ്ങൾ വരുന്നൊന്നും നോക്കൂല. നമ്മുടെ ഫാമിലി ഈസ് ദ ബിഗസ്റ്റ് തിങ്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ഒരു ലെസൺ ആണ് ഈ മൂവിയില്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യാൻ. നിങ്ങൾ ഈ ലോക്കൽ പ്രിന്റ് ഒക്കെ ഇറങ്ങിയിട്ട് അതിനൊന്നും കാണാൻ ഈ ഒരു എഫക്ട് നമുക്ക് കിട്ടാനേ പോകുന്നില്ല. എല്ലാരും കമന്റ് ബോക്സിൽ അറിയിക്കാം ഈ മൂവി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ അത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി വേറെ വീഡിയോയില് വേറെ ബ്ലോഗ് ആയിട്ട് അല്ലെങ്കിൽ വേറെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിലേക്കും ബൈ.